everyone, welcome back to my YouTube channel. ഞാൻ സുബാന. ഞാനിപ്പോൾ എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ തേർഡ് ഇയർ BCom LLB സ്റ്റുഡൻ്റാണ്. ഞാനിങ്ങനെ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് എത്തി എന്നുള്ളൊരു സ്റ്റോറിയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത്യാവശ്യം ലെങ്തി ആയിരിക്കും, പക്ഷേ ഞാൻ ഷോർട്ടാക്കി മാക്സിമം പറയാൻ നോക്കാം. ജാമിയ മിലിയയിൽ പോയിട്ട് LLB എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ ഒരു വിർച്വൽ ടൂർ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി മൊത്തത്തിലൊന്ന് കാണിച്ചു തന്നു. ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു, പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജാമിയായിരുന്നു. അങ്ങനെ ഞാൻ ജാമിയയിൽ LLB പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നു. അപ്പോൾ ജാമിയയിൽ എൻട്രൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അതിന് ശേഷം കേട്ടോ. അങ്ങനെ ഞാൻ എൻട്രൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാം ഉണ്ട്. കേരളത്തിൽ 4 ഗവൺമെൻറ് ലോ കോളേജുകളൊക്കെ ഉണ്ടെന്ന് അറിയാം. എൻ്റെ കസിൻ LLB പഠിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് കോച്ചിങ് വേണോ, ഇങ്ങനെ സെൽഫ് സ്റ്റഡി ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരി കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോച്ചിങ് സെൻറ്ററിൻ്റെ നമ്പർ എനിക്ക് തന്നു. ലീഡ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഏകദേശം ഒരു 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് 2021 നമ്മുടെ ജാമിയുടെ എൻട്രൻസ് വന്നത്. അങ്ങനെ എൻട്രൻസ് ഒക്കെ എഴുതാൻ വേണ്ടി ഡൽഹി വരെ പോയി എൻട്രൻസ് എഴുതി. പക്ഷേ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെന്നെ ഭയങ്കരമായിട്ട് ഡെസ്പാക്കി. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആൻഡ് എൻട്രൻസ് ഒക്കെ എഴുതി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പഠിച്ചു പോയിട്ട് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നേ ആയിരുന്നു കുസാറ്റിൻ്റെ എൻട്രൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു: കുസാറ്റ്, ക്ലീ, അതുപോലെ ജാമിയ. ഈ പറയുന്ന കുസാറ്റിലും എനിക്ക് കിട്ടിയില്ല, ക്ലീയും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനങ്ങനെ ഡെസ്പായിപ്പോയി. ഇനി എനിക്ക് LLB വേണ്ട എന്നുള്ളൊരു ഡിസിഷനിൽ ഞാൻ എത്തി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. മഹാരാജാസ് കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. ജിൻഷ കാസിം എന്നാണ് പേര്. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളായിരുന്നു. അവളും ക്ലീ എക്സാം എഴുതി എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്ന് പെട്ടതാണ് മഹാരാജാസിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കോളേജ് പറ്റുന്നില്ല. BA പൊളിറ്റിക്കൽ സയൻസ് നമ്മുടെ എന്തോ ഒരു ഇതല്ല എന്നുള്ളൊരു ടോക്കിലോട്ടൊക്കെ എത്തി. പിന്നെ അത് ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. നമുക്കിത് പറ്റില്ല, നമുക്ക് ലോ തന്നെ വേണം. അങ്ങനെ പറഞ്ഞ് അവസാനം ഞങ്ങൾ ആ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. മഹാരാജാസിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അതിന് വീട്ടുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ കൺവിൻസ്ഡ് ആയി പെട്ടെന്ന് തന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് പൊളിറ്റിക്സ് പറ്റുന്നില്ല, എനിക്ക് ലോ തന്നെ വേണം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എങ്കിൽ ശരി, അവിടുന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വീട്ടിലോട്ട് വന്നോളൂ, എന്താ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തവണ കൂടെ കോച്ചിങ് എടുത്ത് നോക്കാം. അങ്ങനെ ഞാൻ വീണ്ടും ഇർഫാൻ സാറിനെ വിളിച്ചപ്പോൾ സാറിൻ്റെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഉണ്ടായത്. ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യും, ഇത്തവണ എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങ് എയറിലായി. അങ്ങനെ ഞങ്ങൾ റീഅഡ്മിഷൻ എടുത്തു. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ ജിൻഷയും ലീഡിൽ തന്നെ ജോയിൻ ചെയ്തായിരുന്നു. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് പഠിക്കുമായിരുന്നു. മോക്ക് ടെസ്റ്റ് എടുക്കും, എന്നിട്ട് സ്കോർ കുറഞ്ഞ കാര്യം പറഞ്ഞ് ഞങ്ങൾ സങ്കടം പറയും, പിന്നെ സ്കോർ കൂടിയ കാര്യം പറഞ്ഞ് സന്തോഷിക്കുക. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെസ്സും പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ തവണയും കൂടെ കിട്ടിയില്ലെങ്കിൽ ഇനി എന്തെന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 5 എൻട്രൻസ് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു: ജാമിയ, അലിഗർ, ക്ലീ, കുസാറ്റ്, MG സിൽറ്റ്. അങ്ങനെ ആദ്യം വന്ന എക്സാം MG സിൽറ്റിൻ്റെ ആയിരുന്നു. അത് എഴുതി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും റാങ്ക് ഉണ്ടായിരുന്നു. അതിൽ കിട്ടി. അപ്പോൾ നമുക്കൊരു സേഫ് സോണിലായി. ഓക്കെ, ഒരു എൻട്രൻസ് എഴുതി അത് കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം പിന്നെ ക്ലീ, കുസാറ്റ്, ജാമിയ, അലിഗർ എല്ലാം വന്നു. അതിനകത്ത് നമുക്ക് കുസാറ്റിനകത്ത് കിട്ടിയില്ല, അതുപോലെ ജാമ്യക്കകത്തും കിട്ടിയില്ല. ജാമ്യ കിട്ടാതായപ്പോഴാണ് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടമായത്. കാരണം 2ാമത്തെ തവണയും പഠിച്ച് കഷ്ടപ്പെട്ട് ഡൽഹി വരെ പോയി എഗെയിൻ എൻട്രൻസ് എഴുതി, പിന്നെയും ഇത് തന്നെ. അപ്പോൾ മനസ്സിലായി ഓക്കെ, ജാമിയ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. ജാമിയനെ അങ്ങ് മറന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാമിയൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ക്ലീ എക്സാം, അതുപോലെ തന്നെ AMUൻ്റെ എക്സാം. അപ്പോൾ ഈ 2 എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ജാമിയ കിട്ടിയില്ല, കുസാറ്റും കിട്ടിയില്ല. ഇനി വേണ്ടത് ഒന്നില്ലെങ്കിൽ ക്ലീ അല്ലെങ്കിൽ AMU ആകുമ്പോൾ കൂടുതൽ സന്തോഷം, കാരണം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീ എക്സാം കഴിഞ്ഞ് അതിന് ശേഷമായിരുന്നു AMUൻ്റെ എക്സാം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ AMUൻ്റെ റിസൾട്ടായിരുന്നു ആദ്യം വന്നതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ആ റിസൾട്ടിനകത്ത് ജിൻഷയ്ക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ആൻഡ് അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെ റാങ്ക് വെച്ച് എനിക്ക് കിട്ടുന്നത് അലിഗറിൻ്റെ മുർഷിദാബാദ് ക്യാമ്പസാണ് വെസ്റ്റ് ബംഗാളിലുള്ളത്. അതായത് AMUവിന് 3 ക്യാമ്പസാണുള്ളത്. ഒന്ന് മെയിൻ ക്യാമ്പസ് അലിഗറിലും, പിന്നെ മുർഷിദാബാദ് വെസ്റ്റ് ബംഗാളിലുള്ള ആ ഒരു ക്യാമ്പസും, പിന്നെ മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ക്യാമ്പസ്. അപ്പോൾ എൻ്റെ ഒരു റാങ്ക് വെച്ച് കിട്ടുന്നത് മുർഷിദാബാദായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എഗെയിൻ ടെസ്റ്റ്, ഇതെന്താ ഇങ്ങനെ. ഓക്കെ, അങ്ങനെ പിന്നെ ക്ലീയുടെ റിസൾട്ട് വന്നപ്പോഴാണ് സന്തോഷമായത്. ക്ലീയുടെ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണ് ഫസ്റ്റത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയത്. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എറണാകുളം ലോ കോളേജായിരുന്നു. അങ്ങനെ പിന്നെ മോപ്പപ്പിൽ കൊടുത്തപ്പോൾ
എന്താ ഹയർ ഓപ്ഷനിലേക്ക് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ എറണാകുളം ലോ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻട്രൻസ് ജേർണി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ എറണാകുളം ലോ കോളേജിൽ എത്തിപ്പെട്ടത്. ഓക്കെ, ഈ 2 തവണ എൻട്രൻസ് എഴുതിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. കാരണം ഞാൻ ചെയ്ത ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ആയിരുന്നു. ഞാൻ ആദ്യത്തെ എൻട്രൻസ് എഴുതിയപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര അലേർട്ടായിരുന്നു. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ച് വെച്ചായിരുന്നു. പക്ഷേ എക്സാമുകൾ കയറുമ്പോൾ എനിക്ക് ആകെ ഒരു ആവേശമാണ്, മൊത്തത്തിലൊരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അറിയാത്ത എല്ലാം കൂടെ അങ്ങ് എഴുതി വെച്ച്. അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് എനിക്ക് സെക്കൻഡ് ടൈം മനസ്സിലായി. സെക്കൻഡ് ടൈം ഞാൻ പോയപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് പോയത്. ബിക്കോസ് എനിക്ക് ഒരു ടെൻഡൻസി ഉള്ള കാര്യം ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ തന്നെ പറഞ്ഞിരുന്നാണ് ഞാൻ ഈ എൻട്രൻസ് ഒക്കെ എഴുതിയത്. അപ്പം അതിനനുസരിച്ചുള്ള ഡിഫറൻസ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ കാണാനും പറ്റി. ഓക്കെ, അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അതായിരുന്നു ഞാൻ മനസ്സിലാക്കി. അതിനെനിക്ക് അത്യാവശ്യം ഒരു ലോങ് പീരീഡ് തന്നെ വേണ്ടി വന്നു. അതായത് 1 ഇയർ ഞാൻ എടുത്തു ആ ഒരു സത്യം മനസ്സിലാക്കാൻ. ആക്ച്വലി ഇതൊക്കെ നമ്മുടെ കോച്ചിങ്ങിൽ നിന്ന് സാറായിക്കോട്ടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പക്ഷെ അതിനത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അത് മോക്ക് ടെസ്റ്റിൽ നമ്മൾ കാണിച്ചു, പക്ഷെ നേരിട്ട് പോയപ്പം ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് അതൊക്കെ കൊളാക്കി. പക്ഷേ സെക്കൻഡ് ടൈം പോയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം അറിയാവുന്നതാണെങ്കിൽ കൂടെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും ഈ കാര്യം മനസ്സിലാക്കുക. എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും നെഗറ്റീവ് മാർക്കിന് ഭയങ്കരമായിട്ട് പേടിക്കണം. കാരണം ഈ നെഗറ്റീവ് മാർക്കിന് നിങ്ങളുടെ സ്കോറിനെ ഭയങ്കരമായിട്ട് പുറകിലോട്ടാക്കാനും റാങ്ക് വരെ കുറേ ഡിഫറൻസ് ഉണ്ടാക്കാനും ഒരു നെഗറ്റീവ് മാർക്കിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇസ് എ വില്ലൻ. അപ്പോൾ നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതുകൊണ്ട് അറിയാത്തത് ഇനി എങ്ങാനും ശരിയായാലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 70%, 80% നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഇതായിരിക്കും ആൻസർ എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്യുക. എബോവ് 90 ചെയ്താൽ അത്രയും നല്ലത്. അതിന് താഴെയുള്ള 50%-ന് താഴെയുള്ളതൊന്നും നിങ്ങൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാനേ പാടില്ല. ബിക്കോസ് നെഗറ്റീവ് മാർക്ക് ആയിക്കഴിഞ്ഞാൽ മാർക്ക് പോകും. ഇനി എങ്ങാനും കിട്ടിയാലൊരു ബിരിയാണി, ഇല്ലെങ്കിൽ ഒരു ഇത്, അതിവിടെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വളരെ അലേർട്ടായിരുന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.